റൈഡ് ഓപ്പൺ ചെയ്യുക, പ്രൊജക്റ്റിൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കുക. ഇവിടെ SO1 എന്നാണ് പ്രൊജക്റ്റിന് പേര് കൊടുക്കണേ. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് അസംബ്ലർ ഫയൽ സെലക്ട് ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് നമ്മുടെ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡർ തന്നെ ഓപ്പൺ ചെയ്തിട്ട് SO1 എന്ന് തന്നെ പേര് കൊടുക്കുക. അതിനുശേഷം പ്രൊജക്റ്റിൽ ആഡ് ലോഡ് സോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന ആ ഫയൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രൊജക്റ്റിൽ ബിൽഡ് ഓൾ കൊടുക്കുക. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ആകും. അതിനുശേഷം അത് മിനിമൈസ് ചെയ്തിട്ട് ഡോസ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഡോസ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് D: ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം CD സ്പേസ് നമ്മൾ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡർ, അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൻ്റെ പേര് എക്സാം. അതിനുശേഷം DC എൻ്റർ. അതിനുശേഷം യൂട്ടിലിറ്റീസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഹെക്സ് ടു ബൈനറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സോഴ്സ് ഫയലിൻ്റെ നെയിം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് എന്തായിരുന്നു? SO1.hex ഫയൽ ആയിരുന്നല്ലോ. അതുകൊണ്ട് എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കണം. .hex ഡെസ്റ്റിനേഷൻ ഫയൽ നമുക്ക് എന്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലോട്ട്. അതുകൊണ്ട് SO1.bin എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഡി ഡ്രൈവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡർ എക്സാം ഫോൾഡറിൽ നമ്മൾ 2 ഫയൽസ് 51 ടൂൾസിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ bin2as എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബൈനറി ഫയൽ ഓപ്പൺ ചെയ്യുക. സോഴ്സ് ഫയലായിട്ട് ഡെസ്റ്റിനേഷൻ ഫയലായിട്ട് നമുക്കൊന്നും സെർച്ച് ചെയ്യേണ്ടി വരില്ല. ഓൾറെഡി ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിൽ ബിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് ASC, അതായത് ആസ്കിയുടെ ASC ആയിട്ട് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് കൺവേർട്ട് കൊടുക്കുക, ക്വിറ്റ് ചെയ്യാം. അടുത്തത് ഇൻ്റർഫേസിംഗ് ആണ്. ഇൻ്റർഫേസിങ്ങിന് വേണ്ടി നമുക്ക് DAC വേണം. DAC ആണ് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്ത സിഗ്നൽസിനെ നമ്മൾ കാണാൻ വേണ്ടി DSO ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ DSOയിലായിരിക്കും അനലോഗ് സിഗ്നൽസ് വേവ് ഫോം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ DSOയിൽ പോസിറ്റീവ് പിന്നുണ്ട്, നെഗറ്റീവ് പിന്നുണ്ട്. ഈ പോസിറ്റീവും നെഗറ്റീവും ഈ DAC, ഇപ്പോൾ ഈ കാണുന്നതാണ് DAC. ഈ DACൽ 4 സ്ക്രൂസ് കാണാം. ഈ 4 സ്ക്രൂസിൽ നിന്ന് 3 വയേഴ്സ് പോകുന്നതും കാണാം. അപ്പോൾ അതിൽ ആദ്യത്തെ സ്ക്രൂ ഉള്ള വയറിലോട്ടാണ് DSOയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഇനി 4ാമത്തെ സ്ക്രൂവിലോട്ട് ഉള്ള വയറിലേക്കാണ് DSOയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഈ സ്ക്രൂസ് മാറി പോവാതിരിക്കാൻ ഈ മുകളിൽ മൈക്രോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തല തിരിച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഇത് നേരെ പിടിച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും പിന്നെ അത് വരാം, ഈ 4 സ്ക്രൂസ് വരുന്നത്. അപ്പോൾ ഈ 4 സ്ക്രൂസിൽ ഏറ്റവും മുകളിലത്തെ പോസിറ്റീവിലോട്ടും ഏറ്റവും അടിയിലത്തെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തെറ്റില്ല. ഇനി നമുക്ക് കിറ്റിലോട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ എക്സിക്യൂട്ടും ചെയ്യണം. അതിനുവേണ്ടി WinXDoc എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ പോർട്ട് കൊടുക്കുക, കിറ്റിൽ SM എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. വിൻഡോ ഓപ്പണായി വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ASCII ഫയൽ ഇതിൽ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കുക. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ ഉണ്ടാവുന്ന ഒരു ഫയൽ അത് സെലക്ട് ചെയ്തിട്ട് കിറ്റിൽ PI സ്പേസ് 4100 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എന്നിട്ട് കിറ്റിലോട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത പ്രോഗ്രാംസ് നമുക്ക് കാണാൻ വേണ്ടി U എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഒറിജിൻ 4100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത പ്രോഗ്രാം കാണാൻ പറ്റും. അതിനുശേഷം കിറ്റ് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് DSO ഇപ്പോൾ ഓണാക്കാം. DSO ഓൺ ചെയ്തതിന് ശേഷം കിറ്റിൽ നമുക്കിനി എക്സിക്യൂട്ട് ചെയ്യണം പ്രോഗ്രാം. അതിന് വേണ്ടി go സ്പേസ് 4100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ആകും. എന്നിട്ട് DSO ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വേവ് ഫോം കാണാൻ പറ്റും.